ഗോൾഡിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വെറൈറ്റി കളക്ഷൻസ് ആണ് കൂടുതലും ഇഷ്ടപ്പെടുക, ഏതൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ്. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സമ്മാനം തന്നതിന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് നന്ദി. നക്ഷത്ര നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കലോത്സവ നഗരിയിലാണ് ഇന്ന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് വന്നിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള തിരക്കോടെ കാണപ്പെടുന്നുണ്ട്. വിലയേറിയ സമ്മാനമാണ് നക്ഷത്ര ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്. ചുറ്റും ഒരുപാട് സമ്മാനങ്ങളുണ്ട്. നമുക്ക് എന്തായാലും നേരെ ആളുകളടുത്തേക്ക് പോകാം. അപ്പോൾ കൊച്ചുപുടി ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച അശ്വതി വരുന്നുണ്ട്. അശ്വതി നമസ്കാരം. നമസ്കാരം. അശ്വതി, നമ്മള് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിനാണ് വരുന്നത്. കേട്ടിട്ടുണ്ടോ നക്ഷത്ര? ഇൻസ്റ്റാഗ്രാമിൽ കുറെ കേട്ടിട്ടുണ്ട്, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരംകാരിയാണ്. എന്നാലും നമ്മുടെ നക്ഷത്രയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, റീൽസ് ഒക്കെ കണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട്? പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, നമ്മളെന്തായാലും കുച്ചിപ്പുടിയാണ് പെർഫോം ചെയ്തത്. നമ്മളെന്തായാലും പാർട്ടിസിപ്പൻസിന് ഒരു എനർജി എന്നോണം നമ്മൾ നക്ഷത്രയുടെ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പെർഫോമൻസ് ഇതിലൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാഴ്ച വെക്കാൻ പറ്റുമോ? ശരി, ഓക്കെ. സപ്പോർട്ടായിട്ട് ചേച്ചി ഉണ്ടാവാണെന്ന് പറഞ്ഞപ്പോഴും ചേച്ചിയുടെ പേരെന്താ? അശ്വിനി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സിസ്റ്ററിന്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നക്ഷത്രം നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. താങ്ക് യു. നമ്മുടെ റിസൾട്ട് ഒന്ന് പറഞ്ഞേ. ഹൈസ്കൂളിൽ നമുക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ആണ്. ഹയർ സെക്കൻഡറി ആദ്യത്തെ ഒരു ടോപ്പ് 3 ഉണ്ട്. നമ്മള് എന്താ പറയാ, എ ഗ്രേഡ് കിട്ടിയ ഈ മിടുക്കന്മാരെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെ വിടാൻ പാടില്ല അല്ലേ? ഒരു സമ്മാനം കൊടുക്കണം. സമ്മാനം തരണ്ടേ അല്ലേ? ഓക്കെ, അപ്പൊ സമ്മാനം തരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരുമോ? ഒരു 2 പെർഫോമൻസ്. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഓക്കെ, മാഷിന് തന്നെയാണ് സമ്മാനം നൽകുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താണ് നമ്മുടെ കുട്ടികളെ പറ്റിയും കലോത്സവത്തെ പറ്റിയും നക്ഷത്രയെ പറ്റി എന്താണ് പറയുന്നത്? വളരെ നല്ല അഭിപ്രായം. നല്ല രീതിയിൽ പോകുന്ന കോഴിക്കോട് നടന്നതിന് കണക്ക് തന്നെ ഗംഭീരമായിട്ട് കൊല്ലത്ത് നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി തന്ന നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് നമ്മുടെ ഹൃദയപരമായ നന്ദി അറിയിക്കുന്നു. അപ്പോൾ തായമ്പകയിൽ ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ച കുട്ടികൾക്കാണ്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. കലോത്സവത്തിന് പരിപാടി വെച്ച് എ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് ഒരുപാട് നന്ദി. ചവിട്ടുനാടൻ ഗംഭീരമായിട്ട് പെർഫോമൻസ്, നമ്മളിപ്പോൾ കണ്ട ചവിട്ടുനാടൻ പെർഫോമൻസ് ചെയ്ത ടീമാണ്. ചങ്ങനാശ്ശേരി എന്നാണ് വരുന്നത് അല്ലേ? ഓക്കെ, പേരെന്താണ്? എൽബ. ഈ മീശ ഒന്ന് പിരിക്കാൻ പറ്റുമോ? എൽബ 2 മീശ പിരിച്ചോ? ലാലേട്ടൻ പറഞ്ഞതിലും ഡയലോഗ് പറയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഓക്കെ, പേര്? ആൽഫ. ഇതെന്താ പറ്റി? ഇവിടെ കുറച്ച് മീശ ഉള്ളല്ലോ. മീശ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കുറഞ്ഞു പോയോ? അല്ല, എനിക്ക് അതാണ് ഇഷ്ടം. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. നക്ഷത്ര തരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സമ്മാനമുണ്ട്. സമ്മാനത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു 2 സ്റ്റെപ്പ് ഒന്ന് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒന്ന് 2 സ്റ്റെപ്പ്. എനർജി കുറവുണ്ട് എനിക്കറിയാം. ഭയങ്കരമായിട്ട് നമ്മൾ ഇവരെ പെർഫോമൻസ് കണ്ടാണ് ഭയങ്കര എഫോർട്ട് ഇട്ട് ഭയങ്കര എനർജി ആയിട്ട് കളിച്ചാണ്. അപ്പോൾ ഉള്ള എനർജിയൊക്കെ പോയല്ലേ? ഓക്കെ, നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പർച്ചേസ് ഉണ്ടോ നക്ഷത്രന്ന്? ചെയ്തിട്ടുണ്ട്. എന്താണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? ഒരു ലോക്കറ്റുള്ള ഒരു മാലയാണ്. ലോക്കറ്റുള്ള സൗണ്ട് ഇല്ല കുട്ടിക്ക്. എന്തായാലും പോട്ടെ, ലോക്കറ്റുള്ള മാലയാണ് നക്ഷത്രം പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടീമിന് നക്ഷത്രം സമ്മാനമുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സമ്മാനം തന്നതിന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് നന്ദി. അപ്പോൾ ഇവിടെ കുറച്ച് ടീച്ചർമാരുണ്ട്. മാം നമസ്കാരം. നമസ്കാരം. പേരെന്താ? നിഷ. ഏത് സബ്ജക്റ്റ് ആണ്? ഞാൻ മലയാളം. ഓ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആട്ടോ മലയാളം. കാരണം ബാക്കി സബ്ജക്റ്റിനൊക്കെ ഞാൻ പുറകോട്ടാണ്. പഠിക്കുന്ന കാലത്ത് മറ്റേ ഏറ്റവും കൂടുതൽ അടുത്തുള്ള ടീംസ് ആയത് ഇവരല്ല കേട്ടോ. അനി, സചിത്ര, വിനിത, റസ്നെ, മൈക്ക് കൊടുത്തോ? മിഥുന, രാജലക്ഷ്മി, ആഷ്ലി. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? നിങ്ങൾ കൊല്ലം അല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി.
എന്തൊക്കെ പ്രത്യേകതകളാണ് കൊല്ലം? ഞങ്ങൾക്ക് ഈ കൊല്ലത്ത് ഇങ്ങനെ ഒരു കലോത്സവം വന്നതിൽ വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ എല്ലാവരും ഈ കൊല്ലം നാട്ടുകാരാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കലോത്സവം നമ്മുടെ നാട്ടിൽ വലിയൊക്കെ നമ്മുടെ തലമുറകൾ വന്നാൽ പോലും ഇങ്ങനെ ഒരു കലോത്സവം വരുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ ദിവസവും വരും. ഈ പ്രോഗ്രാം എല്ലാം കാണാൻ ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമാണുള്ളത്. ഓക്കെ, നമ്മൾ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. പോയിട്ടുണ്ട്. എന്താണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? ഗോൾഡ് ചെയിൻ പർച്ചേസ് ചെയ്തു. വെറൈറ്റി കളക്ഷൻസ് ആണ് കൂടുതലും. ഇഷ്ടപ്പെടുക ഏതൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ്. കലോത്സവമാണ് ഇതിപ്പോ 62. ആദ്യത്തെ കലോത്സവം നടന്നത് ഏത് വർഷമാണ്? 19. ഇത്ര കഷ്ടമുണ്ടോ? കാരണം ഞങ്ങള് കുട്ടികളോടൊക്കെ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതാണ്, ഞങ്ങളും തിരിച്ചു ചോദ്യം ചോദിക്കാം. മലയാളം ടീച്ചർ എവിടെ? ഏതെങ്കിലും പറഞ്ഞാൽ മതിയെന്നാ. 1954. 1950. ഈ ടീച്ചർ 54. 62. 62. 1954. അപ്പൊ 1954 പറഞ്ഞിരിക്കുന്ന പേര്. ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോണേണ്. ആദ്യത്തെ കലോത്സവം തുടങ്ങിയ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് ആദ്യം കലോത്സവം തുടങ്ങിയത്? തൃശ്ശൂരാണോ? അമ്മ എന്തായാലും ഒരു സമ്മാനം കൂടിയുണ്ട്. എല്ലാവരും ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോളൂ. താങ്ക് യു. അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ ഒരു യാത്രയിൽ നക്ഷത്രയുടെ ഒരു സ്ഥിരം കസ്റ്റമറിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു നിത്യ സന്ദർശകനാണ്, അതിലുപരി ഞങ്ങളുടെ ഒരു വലിയ സുഹൃത്താണ് നക്ഷത്രയുടെ. സാർ നമസ്കാരം. ഹായ് നമസ്കാരം. നമ്മുടെ ഷോപ്പിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. യാ, എങ്ങനെയുണ്ട്? സുഖമല്ലേ? സുഖമായിട്ട് പോകുന്നു. എന്തായാലും കലോത്സവ വേദിയിൽ വെച്ച് കണ്ടുമുട്ടി ഒന്നുകൂടി ബന്ധം പുതുക്കുകയാണ്. സാർ എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? എങ്ങനെയുണ്ട്? ഗംഭീരം. ഓരോ തവണയും കൂടുതൽ മേന്മയിലൊക്കെ, പ്രത്യേകിച്ച് കൊല്ലം എന്നുള്ളത് കലാകാരികൾ അത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് കൊല്ലം. പിന്നെ ഇവിടെ വന്ന ഒരാൾ വിജയിച്ച് പോവുകയാണെങ്കിൽ അവന് എവിടെയും പോയി ജീവിക്കാൻ പറ്റും. കാരണം ഇവിടെ അൾട്ടിമേറ്റ് ആണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അതങ്ങ് പറയും. ഇത് ശരിയാണെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പെട്ടെന്നൊന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കില്ല, പക്ഷെ പ്രോത്സാഹിപ്പിച്ചാൽ അവനവിടെ പ്രോത്സാഹനമാണ്, ഒന്നൊന്നര പ്രോത്സാഹനമാണ്. ചുമ്മാ പുകഴ്ത്തി പറയുന്ന ടീമൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മളും ഇതുപോലത്തെ തട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. സ്കൂൾ കലോത്സവം എന്റെ നാടാണ് കൊല്ലം, എന്റെ നാടാണ്. നമ്മൾ ഈ കലോത്സവ വേദിയിൽ നിന്നൊക്കെ വന്ന ഒരാളാണ്. തീർച്ചയായും. അപ്പൊ പണ്ടുള്ള കലോത്സവ വേദിയേക്കാൾ ഇപ്പോൾ ഒരു സിനിമാ സ്റ്റൈലാണ്. കാരണം ഇപ്പം മീഡിയകൾ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ എന്തുമാത്രം ജനങ്ങളാണ് ഇവിടെ. അപ്പോൾ അത്രമാത്രം ഓഡിയൻസ് ആണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പേരൻസോ സ്കൂളിലെ കുറച്ച് അധികൃതരായിട്ടുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടുണ്ട്. നാട്ടുകാർ വരുന്നുണ്ട്. രാത്രിയൊന്നോ പകലൊന്നോ എല്ലാ സപ്പോർട്ടിനും സമയം ഇപ്പം അതായത് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എന്തായാലും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. താങ്ക് യു. ഓക്കെ, നക്ഷത്രയെ പറ്റി രണ്ട് വാക്ക്. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിനെ പറ്റി. ഗോൾഡിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരുന്നത്. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരുപാട് സമ്മാനങ്ങൾ. എന്തായാലും നമ്മൾ ആ വിലയേറിയ സമ്മാനങ്ങളൊക്കെ സ്നേഹമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പാരൻസിനും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട്. നക്ഷത്രയുടെ ഏറ്റവും സ്നേഹമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ തിരക്കാണ്. കലയുടെ ഒരു വലിയ ഉത്സവം, കലയുടെ വലിയൊരു പകർന്നാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നക്ഷത്രയ്ക്കും അതിൽ വലിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. Nakshatra Gold and Diamonds, MG Road, Ernakulam, Aluva, Perumbavoor, Thoppumпadi. Online delivery available all across India.